ഇതാണ് എൻ്റെ സ്വീറ്റ് ലവർ ലഡു. താങ്ക് യു. ലൈക്ക് സബ്സ്ക്രൈബ്. ഇന്ന് ദീപാവലി അല്ലേ, നമുക്ക് ഇന്ന് സ്വീറ്റ് റവ ലഡു ഉണ്ടാക്കിയല്ലോ. നമുക്ക് റവ ലഡു ഉണ്ട്. ആദ്യം ഒരു കപ്പില് റവ, പിന്നെ നെയ്യ്, പിന്നെ പാല്, പിന്നെ പൊടിച്ച പഞ്ചസാര, ഏലക്ക, പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ. നമസ്കാരം. ആദ്യം ഒരു പാൻ എടുക്കുക. അതിലേക്ക് നല്ലവണ്ണം നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് നല്ലവണ്ണം ചൂടാവട്ടെ. നല്ലവണ്ണം ചൂടായ പാനിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന നട്ട്സാണ് അടുത്തതായിട്ട് ഇട്ട് കൊടുക്കേണ്ടത്. നട്ട്സ് ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കുക. ഇവിടെ ഞാൻ ചേർത്തിരിക്കുന്നത് കാഷ്യൂനട്ടും കുറച്ച് ബദാമും കുറച്ച് ഉണക്കമുന്തിരിയുമാണ്. നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ നട്ട്സ് ഉണ്ടോ അതെല്ലാം ചേർക്കാം കേട്ടോ. നട്ട്സ് കൂടുതൽ ചേർക്കുന്നത് ഇഷ്ടമുള്ളവർക്ക് അതും അങ്ങനെയും ചേർക്കാം. ഞാൻ കുറച്ച് നട്ട്സാണ് ചേർത്തിരിക്കുന്നത്. അത് നല്ലവണ്ണം ഇളക്കിയതിന് ശേഷം അടുത്തതായി നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന റവയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. റവ എടുത്ത് നല്ലവണ്ണം ചൂടാക്കണം. ചെറുതായിട്ടല്ല, കുറച്ച് നല്ലതായിട്ട് തന്നെ ചൂടാക്കണം കേട്ടോ. നല്ലവണ്ണം ചൂടാക്കിയതിന് ശേഷം അടുത്തതായി നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാര ചേർക്കുക. ഇതിൽ നമ്മൾ ഏലക്കയും കൂടെ ചേർത്താണ് പൊടിച്ചു വെച്ചിരിക്കുന്നത്. അങ്ങനെ ആ പഞ്ചസാരയും കൂടെ ചേർത്ത് വെച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കി പിന്നെ നമ്മളൊരു പാത്രത്തിലോട്ട് മാറ്റണം. ഈ പാത്രത്തിലോട്ട് മാറ്റിയതിന് ശേഷം നമ്മൾ കുറച്ച് മാവെടുത്ത് അതിലോട്ട് വീണ്ടും പാലൊഴിച്ച് ഒഴിച്ചു കൊടുക്കേണ്ടത്. ആ ചെറിയ ചൂടോടുകൂടി തന്നെയാണ് ഉരുട്ടേണ്ടത് കേട്ടോ. എന്നാലേ ഉരുളയായിട്ട് ഉരുട്ടാൻ നമുക്ക് പറ്റുള്ളൂ. അതുകൊണ്ട് ആ ചെറിയ ചൂടോടുകൂടി തന്നെ കുറച്ചായിട്ട് പാൽ ഒഴിച്ച് നമ്മൾ ഉരുളയായിട്ട് ഉരുട്ടിയെടുക്കേണ്ടതാണ്. ഇത്തിരി നന്നായിട്ട് പ്രസ് ചെയ്യണം. ആദ്യം നമുക്കത് ടൈറ്റല്ലെന്ന് തോന്നിയാലും പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് നല്ലവണ്ണം ടൈറ്റായിട്ടിരിക്കും. ഇതാണ് നമ്മുടെ റവ ലഡു. ഇതുണ്ടാക്കാൻ ഈസി അല്ലേ? അപ്പോൾ എല്ലാവരും ഉണ്ടാക്കുമല്ലോ അല്ലേ? ഇന്നലെ ഇടേണ്ട വീഡിയോ ആയിരുന്നു, ദീപാവലിക്ക് എടുത്ത വീഡിയോ ആയിരുന്നു. ഇന്നലെ ഇടാൻ പറ്റാത്തതിൽ ക്ഷമിക്കണം. താങ്ക് യു സോ മച്ച് ഓൾ.